ഏൻഷ്യൻറ്റ് ഗ്രീക്കോ റോമൻസ് ദ സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിനെ ഒരു കാലത്ത് പില്ലേഴ്സ് ഓഫ് ഹെർക്കുലിസ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഒരു ചാനൽ അറ്റ്ലാന്റിക് ഓഷനെയും മെഡിറ്ററേനിയൻ സീയെയും ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഇരുവശങ്ങളിലായി 2 കോണ്ടിനെൻറ്റുകളാണുള്ളത്, യൂറോപ്പും ആഫ്രിക്കയും. 13 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഇവയുടെ ദൂരം. എങ്കിൽ കൂടിയും ഈ 2 കോണ്ടിനെൻറ്റുകളും ഒരു ബ്രിഡ്ജ് വഴി കണക്റ്റഡ് അല്ല. എന്തുകൊണ്ട് ഈ 2 പ്രദേശങ്ങളും കണക്റ്റഡ് ആകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് പണിതില്ല, അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഒരു ബ്രിഡ്ജിൻ്റെ സഹായത്തോടെ ഈ 2 പ്രദേശങ്ങളെയും കണക്റ്റ് ചെയ്യുവാൻ വ്യത്യസ്തങ്ങളാർന്ന പ്രപ്പോസലുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഒരു പ്രദേശം ഇന്നേ വരെ കണക്റ്റഡ് ആയിട്ടില്ല. അങ്ങനെ കണക്റ്റഡ് ആവുകയാണ് എങ്കിൽ യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ജനതകൾക്ക് അത് വളരെയധികം ബെനിഫിഷ്യലായിരിക്കും. വളരെ വലിയ രീതിയിലുള്ള ഇക്കണോമിക് ഗ്രോത്ത്, ട്രേഡ് കൂടും, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ കൂടും, കൂടാതെ ടൂറിസവും ഇൻക്രീസ് ആകും. ഇത്രയധികം അഡ്വാൻറ്റേജുകൾ ഉണ്ടായിട്ട് കൂടിയും എന്തുകൊണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നില്ല? വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടർ 2 വാട്ടർ ബോഡികളെ കണക്ട് ചെയ്യുന്നു, അറ്റ്ലാന്റിക് ഓഷനും മെഡിറ്ററേനിയൻ സീയും. ഇതിൻ്റെ ലെങ്ത് എന്നത് 57 കിലോമീറ്റർ ആണ്. സ്പെയിനിലെ ടെറീഫ, മൊറോക്കോയിലെ സെറീസ്, ഈ 2 പ്രദേശങ്ങളിലെയും ഇടയിലെ ഡിസ്റ്റൻസാണ് 8 മൈൽസ് അല്ലെങ്കിൽ 13 കിലോമീറ്റേഴ്സ്. ഇനി ഈ ഒരു പ്രദേശത്തിൻ്റെ ഡെപ്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം 365 മീറ്ററാണ് ഇതിൻ്റെ ഡെപ്ത്. എത്ര ചെറുതായി നിങ്ങൾക്ക് ഈ ഒരു പ്രദേശം തോന്നുന്നുവോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രദേശം. കാരണം ഈ ഒരു വഴി പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. നിങ്ങൾ സൂയിസ് കനാൽ പരിശോധിക്കുകയാണെങ്കിൽ റെഡ് സീയെയും മെഡിറ്ററേനിയൻ സീയെയും കണക്ട് ചെയ്യുന്ന ഒരു മാൻമെയ്ഡ് വഴിയാണിത്. ഇതിലൂടെ വളരെ വലിപ്പമേറിയ കാർഗോ ഷിപ്പുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുകയില്ല. അത് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ സ്റ്റക്കാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എത്ര വലിയ ഷിപ്പിനാണെങ്കിൽ പോലും ഇതിലൂടെ കടന്നു പോകുവാൻ സാധിക്കും. പ്രതിവർഷം സൂയിസ് കനാലിലൂടെ 20,000-ലധികം ഷിപ്പുകളും, പനാമ കനാലിലൂടെ 14,000-ലധികം ഷിപ്പുകളും, കൂടാതെ ജിബ്രാൾട്ടറിലൂടെ 1,00,000-ലധികം ഷിപ്പുകളുമാണ് കടന്നു പോകാറുള്ളത്. വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ നിന്നും പ്രതിവർഷം മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും വ്യത്യസ്തങ്ങളാർന്ന ട്രേഡ് സൂയിസ് കനാൽ വഴിയാണ് നടക്കുന്നത്. കൂടാതെ ഏഷ്യയിലേക്കും മറ്റ് അനുബന്ധ രാജ്യങ്ങളിലേക്കും ഈ ചാനലുകൾ വഴി വ്യത്യസ്തങ്ങളാർന്ന ട്രേഡുകൾ നടന്നു വരുന്നു. ഇനി സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിലേക്ക് തിരിച്ചു വന്നാൽ പ്രതിദിനം ഏകദേശം 300-ലധികം ഓയിൽ ഷിപ്സാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടറിൻ്റെ സ്ഥാനം വളരെ വലുതാണെന്ന്. കൂടാതെ തന്നെ തൊട്ടടുത്ത രാജ്യങ്ങളുടെ ഇക്കണോമിക് ഗ്രോത്തിനും വളരെയധികം സഹായിക്കുന്ന ഒരു നാച്ചുറൽ വേ ആണ് സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്നത്. ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രതിദിന വരുമാനത്തിന് ഈ ഒരു ചാനൽ കാരണമാകുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ പോർട്ടിൻ്റെയും മൊറോക്കോയിലെ തൻസാർ പോർട്ടിൻ്റെയും വികസനത്തിന് ഏറ്റവും കൂടുതൽ ബെനഫിഷ്യലായത് ഈ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടർ ആണ്. ഇത്രയധികം ഉപകാരങ്ങൾ ഉള്ള സമയത്ത് എന്തുകൊണ്ട് ഈ 2 കോണ്ടിനെൻറ്റുകളും ഒരു ബ്രിഡ്ജ് വഴി കണക്റ്റ് ആകുന്നില്ല? ഏകദേശം 1979 മുതൽ ഇവിടെ ഒരു ബ്രിഡ്ജ് പണിയുന്നതിനെ പറ്റിയുള്ള വ്യത്യസ്തങ്ങളാർന്ന പ്രപ്പോസലുകൾ വന്നു കഴിഞ്ഞു. എന്നാൽ ബ്രിഡ്ജിലേക്ക് പോകുന്നതിന് മുൻപ് ഇങ്ങനൊരു ബ്രിഡ്ജ് വന്നാലുള്ള കോസ്റ്റിംഗ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മറ്റ് ബ്രിഡ്ജുകളെ അപേക്ഷിച്ച് ഇവിടെ ഒരു ബ്രിഡ്ജ് പണിയണമെങ്കിൽ ഏകദേശം 5 മുതൽ 20 ബില്യൺ $US സ്പെൻഡ് ചെയ്യേണ്ടതായി വരും. കൂടാതെ തന്നെ മറ്റ് ബ്രിഡ്ജുകളെ അപേക്ഷിച്ച് ഇത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കണം കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെയൊരു ബ്രിഡ്ജ് വരുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിന് പോലും ഇതിൻ്റെ ഇടയിലൂടെ കടന്നു പോകാൻ കഴിയണം. പറയുമ്പോൾ ഇത് വളരെയധികം എളുപ്പമാണ്, എന്നാൽ പ്രവൃത്തിയിൽ അത്രയധികം എളുപ്പമാകണമെന്ന് നിർബന്ധമില്ല. അതെന്തുകൊണ്ടാകില്ല എന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിനു മുൻപായി ഈ ഒരു ബ്രിഡ്ജ് വരുമ്പോൾ ആരായിരിക്കും ഇതിൽ പണം സ്പെൻഡ് ചെയ്യുക? അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് സ്പെയിനും മൊറോക്കോയും വേണം എടുക്കാനായിട്ട്. എന്നാൽ സ്പെയിനിലും മൊറോക്കോയിലുമുള്ള ഗവൺമെൻറ്റുകൾ ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേർന്നിട്ടില്ല. സ്പെയിൻ പറയുന്നത് മൊറോക്കോയ്ക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് അവരെടുക്കണം. എന്നാൽ മൊറോക്കോ പറയുന്നത് ഇത് 50-50 ആയിരിക്കണമെന്ന്. ഇങ്ങനെയൊരു ബ്രിഡ്ജ് വന്നാൽ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാൾ കൂടുതൽ പണം പ്രതിവർഷം ഉണ്ടാക്കാൻ കഴിയുമോ? ഉദാഹരണമായി പറഞ്ഞാൽ ഫ്രാൻസിനും UK-ക്കും ഇടയിലായി കൺസ്ട്രക്ട് ചെയ്ത ചാനൽ ടണലിനെ പറ്റി പറയേണ്ടതായി വരും. $14.5 ബില്യൺ സ്പെൻഡ് ചെയ്താണ് ഈ ഒരു ചാനൽ ബിൽഡ് ചെയ്തത്. ഏകദേശം പ്രതിവർഷം 2 കോടിയിലധികം ജനങ്ങളാണ് ഈ ഒരു ചാനൽ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു പാസഞ്ചർ ഏകദേശം 121 പൗണ്ട് അല്ലെങ്കിൽ $150 സ്പെൻഡ് ചെയ്താണ് UK-യിൽ നിന്നും ഫ്രാൻസിലേക്ക് എത്തുന്നത്.
അതായത് പ്രതിവർഷം ഏകദേശം $30 ബില്യൺ ഈ ഒരു ഒറ്റ ചാനൽ വഴി ഉണ്ടാക്കാൻ കഴിയുന്നു. എന്നാൽ ഇതേ പ്രോഫിറ്റ് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമോ? അതായത് മൊറോക്കോ എന്നതൊരു ആഫ്രിക്കൻ രാജ്യമായതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന അത്ര ടൂറിസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതായത് മൊറോക്കോ ഏകദേശം പാകിസ്ഥാൻ്റെ പകുതി മാത്രം GDP ഉള്ള ഒരു രാജ്യമാണ്. ഇവിടെ $5 ബില്യൺ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്താൽ തന്നെ അതിൽ ഏകദേശം $20 ടോൾ പിരിച്ചാൽ കൂടിയും ഒരിക്കലും ഫ്രാൻസിൻ്റെയും ബ്രിട്ടനിൻ്റെയും അതേ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഇവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കൂടാതെ തന്നെ ഏകദേശം 250 മില്യൺ പാസഞ്ചേഴ്സ് പ്രതിവർഷം കടക്കണം ഈ ഒരു ബ്രിഡ്ജ് കോസ്റ്റ് മുഴുവനായി ക്യാപ്ചർ ചെയ്യാൻ. എന്നാൽ ഇത് വളരെയധികം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളാണ്. അടുത്ത ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു റൂട്ട് വളരെയധികം ബിസിയാണ് എന്നുള്ളത്. അതായത് വളരെയധികം ട്രാഫിക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ട്രാഫിക്കിനെ യാതൊരു വിധത്തിലും ബ്ലോക്ക് ചെയ്യാത്ത രീതിയിൽ വേണം ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് വളരെ ഉയരത്തിലുള്ള ഒരു ബ്രിഡ്ജ് ആയിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1200 ഫീറ്റാണ് ഇതിൻ്റെ ആഴമെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ഇതിന് 3000-ലധികം ഫീറ്റിലുള്ള ആഴവും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്റ്റേബിളായിട്ടുള്ള ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുക എന്നത് ഇമ്പോസിബിൾ തന്നെയാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജിൻ്റെ ഉയരമെന്നത് 1104 ഫീറ്റാണ്. ഈ ഒരു സമയത്ത് 3000 ഫീറ്റ് ഉയരത്തിൽ അതും വെള്ളത്തിൽ ഒരു ബ്രിഡ്ജ് പണിയുക എന്നത് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. അടുത്ത ഏറ്റവും വലിയ ചലഞ്ചാണ് ഓഷ്യാനിക് കറൻസ് എന്നത്. സമുദ്രത്തിൻ്റെ ബോട്ടത്തിൽ ഈസ്റ്റ് ടു വെസ്റ്റും ടോപ്പിൽ വെസ്റ്റ് ടു ഈസ്റ്റുമാണ് സമുദ്രത്തിൻ്റെ ജലപ്രവാഹം. അതായത് ബ്രിഡ്ജിൻ്റെ പില്ലേഴ്സ് ഇവിടെ സ്ഥാപിക്കുകയാണ് എങ്കിൽ പോലും അത് ഈ ഒരു സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യുമോ എന്നുള്ളത് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ വെല്ലുവിളി എന്നത്. ടിക്ടോണിക് പ്ലേറ്റ്സ് ആണ് ഈ ഒരു ബ്രിഡ്ജിനെ വളരെയധികം ഇൻസ്റ്റേബിളാക്കി മാറ്റുന്നത്. അതായത് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഭൂമിയുടെ ടിക്ടോണിക് പ്ലേറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രദേശത്ത് ഈ ചലനം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഭൂകമ്പ സാധ്യതയുണ്ട്. ആഫ്രിക്കൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും യോജിക്കുന്ന വശത്താണ് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇവിടെ ഭൂകമ്പമുണ്ടാകാം. അങ്ങനെ ഇവിടെ ഒരു ബ്രിഡ്ജ് പണിയുകയാണോ എങ്കിൽ പോലും ആ ഒരു ബ്രിഡ്ജിന് ഈ ഒരു ഭൂകമ്പത്തിൽ നിന്നും സർവൈവ് ചെയ്യാൻ കഴിയുകയില്ല. അതായത് ഇവിടെ ഒരു ബ്രിഡ്ജ് പണിതാൽ ആ ഒരു ബ്രിഡ്ജിന് ഓഷ്യാനിക് കറൻസിനെ മാത്രമല്ല മറിച്ച് 9 to 10 മാഗ്നിറ്റ്യൂഡുള്ള വളരെ വലിയ തോതിലുള്ള എർത്ത് ഫേസ് ചെയ്യേണ്ടതായി വരും. ഇവിടെ മറ്റൊരു പ്രശ്നത്തെപ്പറ്റി പറയുന്നത് ജിയോളജിസ്റ്റുകളാണ്. അതായത് ഈ ഒരു പ്രദേശത്ത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആണുള്ളത്. അതായത് അവയ്ക്ക് ഒരു സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ല. ഇവ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആകാം. അതായത് ഇവിടെ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഓൾട്ടർനേറ്റീവുകളും ഇവർ പറയുന്നുണ്ട്. അവരുടെ സജഷൻ എന്നത് അണ്ടർ വാട്ടർ ടണൽസ് ബിൽഡ് ചെയ്യുക എന്നതാണ്. എന്നാൽ അണ്ടർ വാട്ടർ ടണൽ ബിൽഡ് ചെയ്യുക എന്നത് വളരെയധികം എക്സ്പെൻസീവാണ്. ഒരു ബ്രിഡ്ജ് തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയാത്ത പക്ഷം എങ്ങനെ ഇതുപോലെയൊരു ടണൽ ബിൽഡ് ചെയ്യാൻ കഴിയും? മറ്റൊരു പ്രധാന കാര്യം, സ്പെയിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒരു ബ്രിഡ്ജോ ടണലോ വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആഫ്രിക്കയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് പലരും യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും എത്തും. അങ്ങനെ വരുമ്പോൾ വളരെ വലിയ തോതിലുള്ളൊരു മൈഗ്രേഷനും ഇല്ലീഗൽ ആക്ടിവിറ്റീസും യൂറോപ്പിൽ നടക്കും. ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും. നമ്മളിപ്പോൾ കണ്ട ഈ കാരണങ്ങളൊക്കെയാണ് യൂറോപ്പും ആഫ്രിക്കയും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതെ കിടക്കുന്നത്. മറ്റു വീഡിയോകളെ പോലെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്ത് പരമാവധി കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.